നമസ്കാരം. എമ്പുരാൻ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉടലെടുത്തപ്പോൾ സിനിമ സൂപ്പർ എന്ന് പറഞ്ഞു നടന്ന മേജർ രവി പിന്നീട് FB ലൈവിൽ വന്ന് പറഞ്ഞ നുണക്കഥകൾ നമ്മളൊക്കെ കേട്ടതാണ്. മോഹൻലാലിനെ പൃഥ്വിരാജ് ചതിച്ചു, പ്രിവ്യൂ ഷോ മോഹൻലാൽ കണ്ടില്ല, മോഹൻലാൽ ആദ്യമായിട്ട് സിനിമ കാണുന്നത് ആ റിലീസിംഗ് ഡേ ആണ് എന്നൊക്കെ പറഞ്ഞ് അതിഗംഭീരമായിട്ടുള്ള സംഘി നുണ പ്രചാരണങ്ങളാണ് നമ്മുടെ മേജർ രവി നടത്തിയത്. അപ്പോ അതിനുശേഷം പിന്നെ മേജർ രവിയെ കാണാനേ കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം മേജർ രവിയെ നല്ല ഗംഭീരമായിട്ട് മല്ലിക സുകുമാരനും പൊളിച്ചടക്കിയിരുന്നു. ഈ മേജർ രവി പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ് എന്ന് തുറന്നു കാട്ടുന്ന പല വസ്തുതകളും മല്ലിക സുകുമാരൻ പുറത്തു പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടതാണ്. മല്ലിക സുകുമാരൻ എന്താണ് പറഞ്ഞത്? അതായത് എന്റെ മകൻ ആ സിനിമ പിടിച്ചപ്പോൾ ആ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ആ സിനിമയുടെ കഥ അറിയാമായിരുന്നു. മാത്രമല്ല എല്ലാ സീനുകളും മോഹൻലാൽ കണ്ടിട്ടുള്ളതാണ്. ആ സിനിമയെ പറ്റി അതുകൊണ്ട് വ്യക്തമായ ധാരണ അവർക്കുണ്ടായിരുന്നു. പ്രിവ്യൂ കണ്ടിട്ടില്ല, ആ സിനിമയെ പറ്റി മോഹൻലാലിന് അറിയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് പെരുന്നുണയാണ്. മേജർ രവി പറഞ്ഞത് മുഴുവൻ പെരുന്നുണയാണ് എന്ന് മല്ലിക സുകുമാരൻ പറയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. മല്ലിക സുകുമാരൻ അത്തരത്തിലൊരു പ്രതികരണം രേഖപ്പെടുത്തിയ ശേഷം മോഹൻലാൽ പോലും മല്ലിക സുകുമാരൻ പറഞ്ഞത് തെറ്റാണ്, മേജർ രവി പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരാത്തപ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലായി. മേജർ രവി പറഞ്ഞത് പെരുന്നുണയാണ്. സംഘികളെയും സംഘപരിവാരങ്ങളെയും BJPയെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി മേജർ രവി നടത്തിയ വെറും കുപ്രചരണമാണ് മോഹൻലാലിന്റെ പേരിൽ എന്ന് നമുക്ക് മനസ്സിലായി. ആ മേജർ രവി നടത്തിയ ആ ഒരൊറ്റ പ്രചാരണം കൊണ്ടാണ്, അത്തരത്തിലുള്ള ഒരൊറ്റ വ്യാജ പ്രചരണം കൊണ്ടാണ് മോഹൻലാലിന് വലിയ വലിയ ഡാമേജുകൾ ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മോഹൻലാൽ സത്യത്തിൽ ഈ മേജർ രവിയെ പോലുള്ള ചില സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്ന കാര്യം മാത്രമേ പറയാനുള്ളൂ. അപ്പോ ഇന്ന് അങ്ങനെ മേജർ രവിനെ മാധ്യമങ്ങൾ മുമ്പിൽ കെട്ടി. മാധ്യമങ്ങളോട് ആദ്യം മേജർ രവി സംസാരിക്കാനൊന്നും തയ്യാറായില്ല. പിന്നീട് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, എമ്പുരാൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞത് പെരുന്നുണയാണെന്ന്, മല്ലിക സുകുമാരനൊക്കെ പൊളിച്ചടക്കിയല്ലോ എന്നൊക്കെ പറയുമ്പോൾ കിടന്ന് ഉരുണ്ടു മറിയുന്ന മേജർ രവിനെയാണെന്ന് കാണാൻ സാധിച്ചു. അതിനിടയിൽ മേജർ രവി വർഗീയ വിഷം തുപ്പാനും സമയം കണ്ടെത്തി എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യം നമുക്ക് മേജർ രവിയുടെ പ്രതികരണം ഒന്ന് കാണാം. ആരെങ്കിലും ആന്റി നാഷണൽ പ്രൊപ്പഗണ്ട നടത്തിയാൽ അല്ലെങ്കിൽ ആന്റി ഗവൺമെന്റ് നടത്തിയാൽ ഞാനൊരു രാഷ്ട്രവാദിയാണ്, രാഷ്ട്രീയവാദിയല്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഡെഫിനറ്റ് ആയിട്ടും ഒപ്പോസ് ചെയ്യും. അതുണ്ട്, ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ സത്യത്തെ മറച്ചു വെച്ചു. ഗോത്ര എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ആദ്യം തൊട്ടിങ്ങനെ തുടങ്ങുക. അതില്ലാതെ നിങ്ങൾ പകുതിക്ക് വെച്ചിട്ട് മുസ്ലിങ്ങളെ പോയിട്ട് ഹിന്ദുക്കൾ കൊല്ലുന്നു എന്ന് മാത്രം കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ മനസമാനത്ത് ജീവിക്കുകയാണ് ഹിന്ദു മുസ്ലിം. അതിൻ്റെ ഇടയിൽ നിങ്ങൾ 20 വയസ്സായിട്ടുള്ള കുട്ടികളുടെ തലയിൽ ഇതാണോ കയറ്റുന്നത്? നിങ്ങൾ ഇത് കയറ്റിയത് എന്താണത്? അപ്പോൾ അവർ ഈ 20 വയസ്സായിട്ടുള്ള കുട്ടി ഗോത്ര കണ്ടിട്ടില്ല, ഗോത്ര അറിയില്ല. അവൻ കാണുന്നത് എന്താണ്? ഹിന്ദുക്കൾ കയറി മുസ്ലിങ്ങളെ കൊന്നു. വെറുതെ ഒരു സമൂഹത്തിൽ അൺട്രസ്റ്റ്. ഇറ്റ്സ് എൻ ആൻറ്റി നാഷണൽ മൂവ്മെൻറ്റ് വാട്ട് ഹി ഹാസ് ഡൺ. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, ഇതുവരെ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചില്ല, ഞാൻ മിണ്ടാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മേജർ രവി ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലേ അതിശയുള്ളൂ. അതായത് ഇതിൽ ദേശവിരുദ്ധതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു BJPക്കാരന് സിനിമയെ ഇങ്ങനെയൊക്കെ ആയി കാണാൻ മാത്രമേ കഴിയൂ എന്ന് നമ്മളെ നേരത്തെ മുതൽ തന്നെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അതിശയുള്ളൂ. ഇനിയിപ്പോ മേജർ രവി അതിൽ ദേശീയ വിരുദ്ധത ഇല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമ്മൾ ഞെട്ടാനുള്ളൂ. എന്തായാലും ഇവരൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ, ഈ ഗോത്ര തീവെപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതെങ്ങനെയാണ് ആ സബർമതി എക്സ്പ്രസിനെ തീ പിടിച്ചത്, അതുകൂടി കാണിക്കണമായിരുന്നു, അതുകൂടി പറയണമായിരുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത്. അതായത് പൃഥ്വിരാജ് എന്ത് ഡയറക്ട് ചെയ്യണം, അല്ലെങ്കിൽ മുരളി ഗോപി എങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതണം എന്നൊക്കെ പഠിപ്പിക്കുന്നത് ഈ മേജർ രവിയെ പോലുള്ള ആളുകളാണോ? മാത്രമല്ല ഇനിയിപ്പോ അങ്ങനെയാണ് എന്ന് തന്നെ വിചാരിക്കുക, ഈ ഗോത്ര തീവെപ്പിന്റെ എങ്ങനെയാണ് ആ സബർമതി എക്സ്പ്രസിനെ തീ പിടിച്ചത് എന്നുകൂടി കാണിക്കണം എന്ന ഇവരുടെ അവകാശവാദം എടുത്തു വെച്ചാൽ പോലും സ്വാഭാവികമായി അതിനെങ്ങനെയാണ് തീ പിടിച്ചത്? ബാനർജി കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ മുമ്പിലില്ലേ? അതായത് ഇങ്ങനെ തീവെപ്പ് ഉണ്ടായപ്പോൾ തന്നെ ബാനർജി കമ്മീഷൻ രൂപീകരിച്ച് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിനെ പറ്റി പഠിക്കാൻ പറഞ്ഞു. അന്ന് പഠിക്കാൻ പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? അതായത് ഈ പറയുന്ന സബർമതി എക്സ്പ്രസിനകത്തു നിന്ന് തന്നെയാണ് തീ പടർന്നതെന്നും അങ്ങനെയാണ് 59 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതെന്നും ഒക്കെയാണ് അന്ന് ആ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം ഉണ്ടായത്. പിന്നീട് പല രീതിയിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതിനുശേഷമാണ് ഇത് മുസ്ലിമുകളാണ് കടന്നാക്രമിച്ച് ഈ പറയുന്ന തീവണ്ടിക്ക് തീയിട്ടത് എന്ന രീതിയിലൊക്കെ വരുത്തിത്തീർക്കാനുള്ള ശ്രമം നടത്തി. അങ്ങനെ രണ്ട് പക്ഷങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ ട്രെയിനിന് തീപിടിച്ച ആ ഭാഗത്തെ മുസ്ലിങ്ങളെ പറ്റിയൊക്കെ ഈ ബാനർജി കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അവര് ഒരു രീതിയിലുള്ള വർഗീയ കലാപങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളോ അങ്ങനെയുള്ള ആളുകളൊന്നുമല്ല. ചായ വിറ്റൊക്കെ ഉപജീവന മാർഗം നടത്തുന്ന ആളുകളാണ്. അവർക്ക് അത്തരത്തിലുള്ള യാതൊരു രീതിയിലുള്ള ഒരു ബന്ധങ്ങളും ഇല്ല, അവർ പാവങ്ങളാണ് എന്ന രീതിയിൽ അതിൽ പറയുന്നുണ്ട്. മാത്രമല്ല അതിനകത്ത് ഈ പണ്ട് ഈ ട്രെയിനിലൊക്കെ സബർമതി എക്സ്പ്രസിലൊക്കെ ഈ പറയുന്നത് പോലെ അകത്ത് തന്നെ ഇവർ തീയൊക്കെ ഇട്ട് ഈ ചായയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. സംഖ്യകളെ പറ്റി പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോ അത്തരത്തിൽ തീയൊക്കെ ഇടുന്ന സമയത്ത്
സമയത്താണ് അതിൽ നിന്ന് അതിന്റെ അകത്തുനിന്ന് തന്നെയാണ് തീ പടർന്നത്. അന്ന് ഈ പറയുന്നത് തീ കടത്താനുള്ള പല ഉപകരണങ്ങളൊന്നും തീവണ്ടികളിലൊന്നും പണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ ഈ തീ കടത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ആ തീ കടത്താൻ കഴിയാത്തത് കൊണ്ട് വലിയ രീതിയിലുള്ള തീപിടുത്തം അവിടെ ഉണ്ടാവുകയും 59 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയൊക്കെയാണ് ഉണ്ടായത് എന്നൊക്കെയാണ് ഈ ബാനർജി കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിന് എതിരെ അത് തെറ്റാണ് എന്ന് വാദിക്കുന്ന ഒരു പക്ഷവും എവിടെയുണ്ട്. അതെന്തോ ആകട്ടെ. അപ്പൊ ഈ ഗോത്ര തീവെപ്പുമായി ബന്ധപ്പെട്ട് പിന്നീടാണ് നിരവധി കലാപങ്ങൾ ഉണ്ടാവുന്നത്. ഗുജറാത്ത് കലാപം ഉണ്ടാവുന്നത്. ഏകദേശം 2000-ലധികം ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടതെന്നുള്ള കാര്യം നമുക്കറിയാം. മാത്രമല്ല നരോദിയ പാർട്ടിയ കേസുമായി ബന്ധപ്പെട്ട് ഈ ബാബു ബജ്രംഗി എന്ന് പറഞ്ഞ എമ്പുരാനിൽ കാണിക്കുന്ന ആ പ്രധാനപ്പെട്ട വില്ലനെ ഈ ചങ്ങാതിയുടെ ഒരു ഒളിക്യാമറ ഒരു ദൃശ്യം തെഹൽക്കയുടെ സീനിയർ കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ആഷിഖ് ഖേത്തർ അദ്ദേഹത്തിന്റെ ഒളിക്യാമറയും ഈ ബാബു ബജ്രംഗി എന്ന് പറയുന്ന നരഭോജിയുടെ ഒരു കുറെ വെളിപ്പെടുത്തലുകൾ അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. തെഹൽക്ക ആണ് കാര്യം പുറത്തുവിട്ടത്. എന്താണ് അതിൽ ഈ ബാബു ബജ്രംഗി പറയുന്നത്? അയാൾ പറയുന്നത് എങ്ങനെയാണ്? ഞാൻ സ്വയം 10-12 പേരെ കൊന്നു, ഞങ്ങൾ മുസ്ലിങ്ങളെ ഒന്നടക്കം തീർത്തു, ഒരു ഗർഭിണിയുടെ വയർ കീറി ഗർഭപിണ്ഡം പുറത്തെടുത്തു, അതൊരു ആനന്ദമായിരുന്നു. നരോധ്യ പാട്യ പട്ടണത്തിൽ 100-ലധികം പേരെയാണ് ഞങ്ങൾ വധിച്ചത്, കുടുംബങ്ങളെ ജീവനോടെയാണ് ഞാൻ തീവെച്ച് കത്തിച്ചത്. മോദി സാബുവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അദ്ദേഹം പുകഴ്ത്തുമായിരുന്നു. അതുപോലെ തന്നെ എന്നെ ഇനി പുറത്തേക്ക് വിടുകയാണെങ്കിൽ, തൂക്കിക്കൊല്ലുന്നതിനേക്കാൾ മുമ്പ് പുറത്തേക്ക് വിടുകയാണെങ്കിൽ ഞാൻ 50,000-ലധികം മുസ്ലിങ്ങളെങ്കിലും കൊന്നിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പറയാണ് അവരെയൊക്കെ കൊന്ന ശേഷം ഞാൻ അന്ന് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങി എന്നൊക്കെ ഈ ബാബു ബജ്രംഗി അതിൽ പറയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ ഈ ബാബു ബജ്രംഗിയും അന്നത്തെ ഒരു BJP മന്ത്രിയും കൂടിയാണ് ഈ നരോദിയ പാർട്ടിയിൽ ഇത്തരത്തിൽ വലിയൊരു കലാപം അഴിച്ചുവിട്ടത്. അന്ന് ആ കലാപം അഴിച്ചുവിട്ടപ്പോൾ ഏകദേശം 93-ലധികം ആളുകൾക്ക് ആണ് അവിടെ മുസ്ലിങ്ങൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. എത്ര കുട്ടികൾ, എത്ര സ്ത്രീകൾ, എത്ര പുരുഷന്മാരൊക്കെയാണ് അവിടെ മരിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. 97ഓളം മുസ്ലിമുകളെയാണ് ഇവർ കൊന്നൊടുക്കിയത്. പിന്നെ ഗുജറാത്ത് കലാപം ഉണ്ടായി. അങ്ങനെ പല സംഭവങ്ങൾ ഇതിനിടയിലൊക്കെ സംഭവിക്കുന്നുണ്ട്. പോട്ടെ, ജസ്റ്റിസ് ദൊരൈസ്വാമി രാജുവും അതുപോലെ തന്നെ അഭിജിത്ത് പാസായത്തും അടങ്ങുന്ന ബെഞ്ച് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി എങ്ങനെയാണ് വിമർശിച്ചത്? അതായത് നിരാലംബരായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും കത്തി അമരുമ്പോൾ ആധുനിക നീരോ ചക്രവർത്തി എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് ചോദിച്ചത് അല്ലെ. കരൺ താപ്പർ ഒരു നരേന്ദ്രമോദിയുമായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ നരേന്ദ്രമോദിയോട് ചോദിക്കുന്നുണ്ട്, അതായത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് മറുപടി ഒന്നുമില്ല. അദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അല്ല, അങ്ങനെ എത്ര സംഭവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന, അല്ലെങ്കിൽ സംഘപരിവാറിനെ വിമർശിക്കുന്ന, ബജ്രംഗ് ദളിനെ വിമർശിക്കുന്ന, VHPയെ വിമർശിക്കുന്ന, BJPയെ വിമർശിക്കുന്ന, അവരുടെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടുന്ന ആവിഷ്കാരങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള അസഹിഷ്ണുത കാണിക്കുന്നത് തീർത്തും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒന്നാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. മാത്രമല്ല ഇവരിപ്പോ ഈ മേജർ രവി പോലും ഇരുന്ന് പറയുന്നുണ്ടല്ലോ രാജ്യവിരുദ്ധത. BJPനെ വിമർശിച്ചാൽ എങ്ങനെയാണ് രാജ്യവിരുദ്ധതയാകുക? BJP നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി മാത്രമാണ്. ആ പാർട്ടിയെ നമുക്ക് വിമർശിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. അത് ആദ്യം മനസ്സിലാക്കുക. BJP വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തെ വിമർശിക്കുന്നതാണെന്ന് വരുത്തി തീർക്കുന്നത് സംഘികളുടെ BJPക്കാരുടെ ഒരു തന്ത്രമാണ്, ഒരു കുതന്ത്രമാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല ഇവർ ഞങ്ങൾ ഈ പറയുന്നത് പോലെ മതേതര ഇന്ത്യക്കൊപ്പമാണെന്നൊക്കെ പറഞ്ഞാണ് പല രീതിയിലുള്ള പല കുപ്രചരണങ്ങൾ നടത്തുന്നത്. എവിടെയാണ് ഇവർ മതേതര ഇന്ത്യക്കൊപ്പം മുസ്ലിമുകളെയും ദളിതന്മാരെയും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെയും ഒക്കെ വേട്ടയാടുന്നത്? ഇവർക്ക് എങ്ങനെയാണ് മതേതര ഇന്ത്യക്കൊപ്പമാണെന്ന് പറയാൻ കഴിയുക എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും സിനിമ ഇത്തരത്തിൽ ഒരു വലിയ സത്യം തുറന്നു കാട്ടിയപ്പോൾ സ്വാഭാവികമായി ഇവിടെ നടന്നത് എന്താണ്? ഗോത്ര തീവെപ്പിനെ പറ്റി കുട്ടികൾ പഠിക്കാൻ തുടങ്ങി. എന്താണ് ഗുജറാത്ത് കലാപം, എന്താണ് ഗുജറാത്ത് കലാപത്തിൽ സംഭവിച്ചത് എന്നതിനെ പറ്റി പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഇവിടുത്തെ പല നേതാക്കളും ആരൊക്കെയാണെന്നും അവരെങ്ങനെയൊക്കെയാണ് അധികാര കസേരകളിലെത്തിയതെന്നും എന്നാണ് ഇന്നത്തെ BJPയുടെയും സംഘപരിവാറിന്റെയൊക്കെ യഥാർത്ഥ മുഖമെന്നും ഒക്കെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ സിനിമ അതിന് ഉപകരിച്ചു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 58 അല്ല 100 അല്ല 200 വെട്ട് എമ്പുരാന് വെട്ടിയാലും അവർ റീഎഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തുറന്നു കാണിച്ച സംഭവങ്ങളൊക്കെ കേരളത്തിലെ എല്ലാ മലയാളികളും കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അവരുടെ മനസ്സിൽ നിന്ന് വെട്ടി നീക്കാൻ കഴിയില്ല എന്ന വസ്തുത കൂടി പറഞ്ഞു വെക്കുകയാണ്. പിന്നെ മേജർ രവിനെ പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെ ലൈവിൽ വന്നിട്ട് താൻ എന്തോ വലിയ മഹാസംഭവമാണ് എന്ന രീതിയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ഗീർവാൻ അടിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ മിസ്റ്റർ മേജർ രവി, നിങ്ങളെയൊക്കെ ഓർത്തിട്ട് ഞങ്ങൾക്ക് വല്ലാത്ത അപമാനമാണ് തോന്നുന്നത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. മേജർ രവിയൊക്കെ സത്യത്തിൽ വലിയ ഗീർവാൻ അടിക്കുന്നുണ്ടല്ലോ. ഒരു വിഭാഗത്തെ എപ്പോഴും മുസ്ലിം വിഭാഗത്തെയാണ് ഈ പറയുന്ന പോലെ വില്ലന്മാരാക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ സിനിമയിൽ ഇത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ പറയുന്ന ഇവിടെ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു സിനിമയുണ്ട്. ഏതാണെന്ന് പറയും? വിശ്വരൂപം എന്ന് പറയുന്ന സിനിമയോടെ വന്നപ്പോൾ എന്തായിരുന്നു പുകില്? അതായത് STPയെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നു. ഇവിടെ ഞങ്ങൾ ഇപ്പൊ തന്നെ സിനിമ ബഹിഷ്കരിക്കും, നശിപ്പിക്കും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ രംഗത്തേക്ക് ഒരു സാഹചര്യം ഉണ്ടായില്ലേ. ആ സിനിമയ്ക്ക് ഇവിടെ B ക്ലാസ് തിയേറ്ററിൽ മാത്രം റിലീസ് ചെയ്യാനുള്ള അനുമതിയാണ് കിട്ടിയത്.
ഇവിടെ പ്രൊട്ടക്ഷൻ കൊടുത്ത സിനിമ ഓടിക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ. അപ്പൊ സിനിമയെ സിനിമയായിട്ട് കാണാൻ മലയാളികൾക്ക് നന്നായിട്ട് അറിയാം. ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ദൂരദർശനിലൂടെ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ സിനിമയിൽ കേരളത്തെ പറ്റി പച്ചയായിട്ടുള്ള പെരുന്നുണയാണ് പറയുന്നതെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാമായിരുന്നു അല്ലെ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ആ സിനിമയെ 8 നിലയിൽ പൊട്ടിച്ചാണ് നമ്മൾ വിട്ടത്. പക്ഷേ ആ സിനിമ എല്ലാവരും കാണണമെന്ന നിർബന്ധ ബുദ്ധി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. അദ്ദേഹം ദൂരദർശനിൽ സിനിമ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു എല്ലാവരും സിനിമ കാണണമെന്ന്. ഒരു തെരഞ്ഞെടുപ്പ് സമയത്താണ്. അപ്പൊ ഇവരുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങളാണ് നടത്തുന്നത്. കശ്മീർ ഫയൽ പോലുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേരള സ്റ്റോറി പോലുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, മുസ്ലിമുകളെ വലിയ ശത്രുക്കളായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു മുസ്ലിം വിഭാഗത്തെ വലിയ രീതിയിൽ തീവ്രവാദികളായി ചിത്രീകരിക്കുന്ന രീതിയിലൊക്കെയാണ് ഇവർ സിനിമ പിടിക്കുന്നത്. അത്തരം സിനിമകളൊക്കെ എന്തിനാണ് പ്രൊമോട്ട് ചെയ്യണമെന്ന് ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു BJP അത്തരം സിനിമ കാണണം എന്നൊക്കെ ആവശ്യപ്പെടുന്നത് തീർത്തും നമുക്ക് അനുവദിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. എമ്പുരാൻ സിനിമയെ തകർക്കാൻ വേണ്ടി ഇന്നലെ സബർമതി റിപ്പോർട്ട് എന്ന് പറയുന്ന സിനിമ തിരുവനന്തപുരത്ത് ഫ്രീ ആയിട്ട് കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ ഫ്രീ ആയിട്ട് പോലും ആർക്കും കാണണ്ട എന്ന് ആളുകൾ നിലപാടെടുക്കുന്ന സാഹചര്യം കണ്ടു. അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, ഇത് കേരളമാണ് എന്ന് ഉച്ചത്തിൽ തന്നെ പറയുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഉമ്മാക്കി കളിയൊന്നും നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ നടക്കില്ല എന്ന് മാത്രമല്ല, സ്റ്റാൻഡപ്പ് കോമഡിയെ ഭയക്കുന്ന, കവിതകളെ ഭയക്കുന്ന, കലാകാരന്മാരെ ഭയക്കുന്ന, സിനിമയെ ഭയക്കുന്ന ഈ ഭരണകൂടം ഇത്തരത്തിലുള്ള സംഘപരിവാർ ഭീഷണിക്ക് മുമ്പിൽ ഏതെങ്കിലും ഒരു ലാലേട്ടം വഴങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനിയും പലരും വഴങ്ങുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും തോന്നലാണ്. പൃഥ്വിയെ പോലുള്ള, മുരളി ഗോപിയെ പോലുള്ള ആളുകൾ എന്തായാലും ഈ മണ്ണിലുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സിനിമകൾ ഇനിയും വന്നുകൊണ്ടേയിരിക്കും. ഇത്തരം കപടമുഖങ്ങൾ അത് വലിച്ചു കീറി സത്യം തുറന്നു കാട്ടിക്കൊണ്ടേയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.